ഓം ഗംഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം സ്വസ്തി ശിവാദിശ്രീ ഗുരുഭ്യോ നമഃ. ഓം പം പരമാത്മനേ നമോ നമഃ. നമസ്കാരം. ഞാൻ ശാക്തേയൻ. സ്വജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം 2 മാസത്തെ ജ്യോതിഷ ഫല സാധ്യതകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 1 മാസത്തെ ജ്യോതിഷ ഫലമാണെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ 2 മാസത്തെ ജ്യോതിഷ ഫലസാധ്യതകൾ ഒരുമിച്ച് പറയുകയാണ്. അതിൻ്റെ കാരണം 1201 ആണ്ട് തുലാമാസം 1-ാം തീയതി മുതൽ വൃശ്ചിക മാസം 18-ാം തീയതി വരെ, അതായത് 2025 ഒക്ടോബർ 18-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെയുള്ള കാലം വ്യാഴഗ്രഹം വക്രത്തിൽ അല്ലെങ്കിൽ അതിചാര നിലയിൽ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കും. ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് വ്യാഴമടക്കം ഏത് ഗ്രഹം മാറിയാലും ഫല സാധ്യതകളിലേക്കും മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാന ഘടകം. ഈ സമയത്തെ വ്യാഴത്തിൻ്റെ രാശിമാറ്റ ഫലവും ചേർത്ത് 2025 ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിലെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദ നക്ഷത്ര ജാതരുടെ മാസ ഗുണദോഷ ഫല സാധ്യതകളാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു ഇടവക്കൂറുകാരനെ സംബന്ധിച്ച് അവരുടെ ജാതകപ്രകാരമുള്ള ദശാപകാര ഗുണദോഷ ഫലങ്ങൾക്കാണ് പ്രാധാന്യം. അതിനോട് ചേർന്ന് തന്നെയാണ് ചാരവശാലുള്ള ഇത്തരത്തിലുള്ള ഫലങ്ങളും കടന്നു വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒക്ടോബർ 1-ാം തീയതി 2025 ഒക്ടോബർ 1-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഗ്രഹസ്ഥിതി എന്താണെന്ന് നോക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദ നക്ഷത്ര ജാതിയുടെ ഒക്ടോബർ 1 മുതൽ 2025 ഒക്ടോബർ 1 മുതൽ 18-ാം തീയതി വരെ 11-ൽ ശനിയും 2-ൽ വ്യാഴവും 10-ൽ രാഹുവും 4-ൽ കേതുവും അടക്കം സ്ഥിതി ചെയ്യുന്നൊരു ഗ്രഹസ്ഥിതിയാണ്. ഈ കാലഘട്ടത്തിലെ ഫലസൂചിക നമ്മളൊന്ന് പരിശോധിച്ചാൽ ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടം. തൊഴിൽപരമായിട്ട് അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവ പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റും. കടബാധ്യതകൾക്ക് പരിഹാരമുണ്ടാക്കുന്ന തരത്തിൽ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകാനിടയുണ്ട്. ഗൃഹലാഭം, വാഹന ലാഭം, ഇതിങ്ങനെ തുടങ്ങി അഭീഷ്ടസിദ്ധിയിലേക്കും നിക്ഷേപ ഗുണത്തിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന ഒരു നല്ല സമയമാണെന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ചരരാശി കൊണ്ട് പറയുന്ന രീതിയിലുള്ള ഗുണഫലങ്ങൾ ആർക്കെങ്കിലും ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ജാതകപ്രകാരമുള്ള ദശാനാഥനോ അപകാരനാഥനോ നീചാവസ്ഥയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ദൗർഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ചരരാശി വെച്ച് നോക്കുമ്പോൾ 11-ലെ ശനിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അനുകൂലമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 2025 ഒക്ടോബർ 1 മുതൽ 18-ാം തീയതി വരെയുള്ള കാലഘട്ടം ഇവർക്ക് വളരെയേറെ ഗുണഫലങ്ങൾക്കാണ് സാധ്യത കൂടുതൽ. ചെറിയ ചെറിയ ഭാഗ്യദോഷങ്ങളോ ചെറിയ ചെറിയ കലഹങ്ങളോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ലക്ഷ്യമിടുന്നതെന്തോ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള ഭാഗ്യാനുഭവ സഹായങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ 2025 ഒക്ടോബർ 19-ാം തീയതി വ്യാഴം 3-ലേക്ക് മാറും. അത് ഏകദേശം 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെ വ്യാഴം 3-ലാണ്. 3-ലേക്ക് മാറുന്ന വ്യാഴത്തെ സംബന്ധിച്ച് 3-ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നൊരു ചൊല്ലുണ്ട്. അതായത് 3-ൽ വ്യാഴം വരുന്നത് എല്ലാ അർത്ഥത്തിലും ഭാഗ്യത്തിനെ തടസ്സപ്പെടുത്തുന്നതാണ്, പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ് എന്നൊരു ചൊല്ലുണ്ടെങ്കിലും ഈ താൽക്കാലികമായിട്ടുള്ള വ്യാഴത്തിൻ്റെ 3-ലേക്കുള്ള വരവിനെ ഇടവക്കൂറുകാരായിട്ടുള്ളവർ വളരെയേറെ ഭയക്കേണ്ടുന്ന കാര്യമില്ല. എന്നാൽ പോലും വ്യാഴത്തിൻ്റെ 3-ലേക്കുള്ള മാറ്റം കൂടെ വരുമ്പോൾ
ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സഹോദര സ്ഥാനികരുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തെ സംബന്ധിച്ചുള്ളൊരു മാനസിക ഭയം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലെടുക്കണം. അനാവശ്യമായിട്ടുള്ള ഒരു അമിതാവേശത്തോടു കൂടെയുള്ളൊരു ധൈര്യ പ്രകടനം അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടുന്ന വിശേഷ ബുദ്ധി പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ സഹായ സ്ഥാനത്ത് നിൽക്കുന്നവരുടെ ഒരു പ്രതികൂല നിലപാട് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനിടയുണ്ട്. ഏതെങ്കിലും കാര്യങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി ദുർബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സഞ്ചരിക്കാൻ ആരുടെയെങ്കിലുമൊക്കെ പ്രലോഭനമുണ്ടായാൽ അതിനെ അതിജീവിക്കുവാൻ സാധിക്കണം. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഇടയുള്ളൊരു കാലഘട്ടമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും നമ്മളുടേതല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അമിത ആവേശം കാണിക്കുകയോ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ വിളിച്ചു വരുത്തുകയോ ചെയ്യരുത്. കാരണം വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നവംബർ 1 മുതൽ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടം, 2025 നവംബർ 1 മുതൽ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ അഭീഷ്ടസിദ്ധിക്ക് സാധ്യതയുണ്ട്. വളരെ കാലമായിട്ട് മനസ്സിൽ വെച്ച് പുലർത്തുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മൂത്ത സഹോദര സ്ഥാനീയരുമായിട്ട് ചില ബന്ധങ്ങളിലൂടെ ചില കാര്യങ്ങൾ നടന്നു മാറാം. അത് ആവേശഭരിതമായിട്ട് എടുത്തിയാട്ടത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ചെറിയ വിരോധങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഒന്നും വരുത്തുന്ന തരത്തിലേക്ക് മാറരുത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ അമിത ആത്മവിശ്വാസത്തിന് പകരം കഠിനമായിട്ടുള്ള പരിശ്രമം ഉണ്ടായിരിക്കണം. തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അലോസരങ്ങൾ വരുവാനിടയുണ്ട്. തീർത്ഥാടനങ്ങളൊക്കെ നടത്തി മാറ്റുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹ വിഷയത്തിൽ ചെറിയ ചില തടസ്സങ്ങൾ വന്നാൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അവയെ മാറ്റിയെടുക്കാൻ സാധിക്കും. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ചധികം അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടത്താനിടയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനപരമായിട്ടുള്ള ചെലവിനോ അതല്ലെങ്കിൽ ഗൃഹനിർമ്മാണമോ വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവിനോ സാധ്യതയുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നവരോ ഒക്കെ അതിൻ്റെ യാത്രാരേഖകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തേണ്ടതും അനിവാര്യമാണ്. വിദേശത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില വിമർശനങ്ങളോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളോ ഒക്കെ കേൾക്കാനിടയുണ്ടെങ്കിലും അവയൊന്നും വലിയ കാര്യമായിട്ട് എടുത്ത് അതിനോടൊന്നും പ്രതികരിക്കാൻ പോവാതിരിക്കുകയാണ് നല്ലത്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഊഹാപോഹങ്ങളോ ആരോപണങ്ങളോ ഒക്കെ വന്നാലും അവയിലൊക്കെ സംയമനത്തോടുകൂടെ ഇടപെട്ടുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും 2025 ഡിസംബർ 5 വരെ വ്യാഴത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ശോഭനകരമായൊരവസ്ഥയിലല്ല. നിലവിലുണ്ടായിരുന്ന ഗ്രഹസ്ഥിതിയുടെ ആ ഒരു സൗഭാഗ്യ കാലത്തിന് നേരിയ മങ്ങലേൽപ്പിക്കേണ്ട തരത്തിലാണ് എന്നുള്ള ബോധത്തോടുകൂടെ മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമ ഉപയോഗിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് 2025 ഒക്ടോബർ 18 തീയതി മുതൽ 2025 ഡിസംബർ മാസം 5 തീയതി വരെയുള്ള ഒരു ഫലസാധ്യതയാണ്. അതിൽ ഓരോ മാസത്തെയും നമ്മൾ എടുത്ത് സൂചിപ്പിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതും നല്ലതായിരിക്കും. ഈ കാലഘട്ടത്തിൽ വ്യാഴപ്രീതി വരുത്തുന്നത് ദോഷപരിഹാരമാണ്. വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയും സർപ്പക്ഷേത്രത്തിൽ ദർശന നിറത്തിൽ കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക, ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രധാരണം ചെയ്തുകൊണ്ട് ചാമുണ്ഡി അഥവാ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിടെ കഴിയുന്നത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പറയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരു ഭാഗ്യോദയ കാലത്തിൻ്റെ അല്ലെങ്കിൽ സൗഭാഗ്യകരമായ കാലത്തിൻ്റെ ആ ഒരവസ്ഥയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ ഒരു മങ്ങലേൽപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞാൽ
ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ടെന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.